ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി വൈറസുകളുടെ ലാബ് ഡയഗ്നോസിസ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് സീരീസിൻ്റെ പാർട്ട് 1 നമ്മൾ മോർഫോളജി, അവർ കാണിക്കുന്ന റെസിസ്റ്റൻസ്, അവരുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എപ്പിഡമോളജി എടുത്തായിരുന്നു. പാർട്ട് 2 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും സിറോളജിക്കൽ മാർക്കേഴ്സും എടുത്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ സിറോളജിക്കൽ മാർക്കേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടാൽ അത്ര നല്ലതായിരിക്കും. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എ ബി സി ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ 3 വൈറസുകളുടെയും ലാബ് ഡയഗ്നോസിസ് നിങ്ങൾക്ക് പഠിക്കാം. സോ ഇത്രയും ടൈം ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സോ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 തരത്തിൽ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആയിരിക്കും. അത് ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല, ഇപ്പോൾ ആൽക്കഹോൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് കാരണം അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് കാരണമൊക്കെ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസുകളെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് LFT ചെയ്യാൻ പറ്റും. ഇവിടെ ലിവറിന് ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നായിരിക്കും നോക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറോളജിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വൈറസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മുടെ സെറത്തിൽ കാണപ്പെടുന്ന കുറച്ച് സെറോളജിക്കൽ മാർക്കേഴ്സ് കാണും. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ദാറ്റ് മേ ബി സം ആൻറ്റിജൻസ് ഓർ സം ആൻറ്റിബോഡീസ് ആവാം. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് വൈറസാണ് നമുക്ക് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്തിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിൻ്റെ സ്റ്റേജ് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു സെറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ് എ ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് മൂന്നാമതായിട്ട് കൺഫർമേഷന് വേണ്ടിയായിരിക്കും നമ്മൾ മോളിക്കുലർ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് PCR നമ്മൾ ചെയ്യുന്നതായിരിക്കും, വിച്ച് കൺഫേം ആക്റ്റീവ് വൈറൽ റെപ്ലിക്കേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. സോ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കോളം നിങ്ങൾ കണ്ടല്ല, ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ആൻഡ് റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ ഞാൻ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നടുക്കത്തെ കോളത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് സീരീസിൻ്റെ നോട്ടുകൾ തന്നിരിക്കുന്നത്. നിങ്ങൾക്കത് പാർട്ട് 1 പാർട്ട് 2 കണ്ടവർക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ ഇത് ലാബ് ഡയഗ്നോസിസ് മാത്രമായിട്ട് കാണാവുന്നവരോട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സോ സ്പെസിമെൻസ് ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എ ബി സി വൈറസുകൾക്ക് കോമൺ ആയിട്ട് നമുക്ക് സെറം ഒരു സ്പെസിമെനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ സ്റ്റൂളും കൂടെ എടുക്കുന്നുണ്ട് വൈറൽ RNA ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഫീക്കോ ഓറൽ റൂട്ട് വഴിയിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറസിൻ്റെ RNA എന്ന് പറയാൻ നേരത്ത് സിംറ്റംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ജോണ്ടീസ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു 1 to 2 വീക്സ് ഒക്കെ ആവാൻ നേരത്ത് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മുടെ സ്റ്റൂളിൽ കാണപ്പെടുന്നതായിരിക്കും. സോ നമുക്ക് എയർലി ഡിറ്റക്ഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് സ്റ്റൂൾ വഴി നടത്താവുന്നതാണ് വൈറൽ RNA ഡിറ്റക്ട് ചെയ്തുകൊണ്ട്. അവിടെ നമ്മൾ RT-PCR ആണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് LFTയിൽ നിന്നും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയെന്ന് പറയാം. ഹെപ്പറ്റൈറ്റിസ് എ ബി സി വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ടൈമിൽ ALTയും ASTയും എലവേറ്റഡ് ആവുന്നതായിരിക്കും. അതായത് അലാനിൻ ട്രാൻസമിനേസും അസ്പാർട്ടേറ്റ് ട്രാൻസമിനേസും കൂടുന്നതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ALT ആണ് ലിവർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എൻസൈം എന്ന് പറയുന്നത്. AST എന്ന് പറയാൻ നേരത്ത് അത് അത്യാവശ്യം എമൗണ്ട് മസിൽസിലും കാണപ്പെടാറുണ്ട്. സോ ലെസ് ലിവർ സ്പെസിഫിക് ആണ്. ഈ ഒരു ഹെപ്പാറ്റോ സെല്ലുലാർ ഇഞ്ചുറി അല്ലെങ്കിൽ നെക്രോസിസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ എൻസൈമുകൾ കൂടുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എയുടെയും ബിയുടെയും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് ജോണ്ടിസ് ഉണ്ടാവാറുണ്ട്. ഈ ജോണ്ടിസ് ഉണ്ടാകുന്ന ടൈമിൽ ബിലിറൂബിൻ നമ്മുടെ ബ്ലഡിൽ കൂടുന്നതായിരിക്കും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയുടെയും ബിയുടെയും കേസിൽ സെറം ബിലിറൂബിൻ എലവേറ്റഡ് ആവുന്നതായിരിക്കും. പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയാൻ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇത് മോർ അസിംറ്റമാറ്റിക് ആണ്. ആ ഒരു ജോണ്ടിസ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പൊതുവെ എത്താറില്ല. സോ ബിലിറൂബിൻ അവിടെ അങ്ങനെ എലവേറ്റ് ആവാറില്ല. അടുത്തത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആണ്. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ALTയും ASTയും ഹെപ്പാറ്റോ സെല്ലുലാർ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ റിലീസ് ആവുന്നതെന്ന് പറഞ്ഞു. അതായത് ചാവുന്ന സെല്ലിൻ്റെ അകത്തുനിന്നാണ് ഇത് റിലീസ് ആവുന്നത്. ALP അതായത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അങ്ങനെയല്ല, ഇത് ഇൻഡ്യൂസ് ആക്കപ്പെടുകയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ആക്കപ്പെടുകയാണ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ ആണല്ലോ. ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ബൈൽ ഫ്ലോ ഇമ്പേർഡ് ആവും. അതിനാണ് ഈ കോളിസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഈ ബൈൽ ലിവറിൽ നിന്നും ഇൻറ്റസ്റ്റൈനിലോട്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ബൈൽ കനാലിക്കുലി വഴിയാണ്. അപ്പോൾ ഈ ഒരു ബൈൽ കനാലിക്കുലിക്ക് ഇറിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ALPയുടെ പ്രൊഡക്ഷൻ അവിടെ ഇൻഡ്യൂസ് ആക്കപ്പെടുന്നു, ALP പ്രൊഡ്യൂസ് ആവുന്നു. ഈ ഒരു ഇറിറ്റേഷൻ കൂടുതൽ ഉണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ്. സോ കമ്പയർഡ് ടു ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, എ വൈറസ് ഉണ്ടെങ്കിലായിരിക്കും ALPക്ക് വാല്യൂ നല്ലപോലെ റൈസ് ആയിരിക്കുന്നത്. അടുത്ത പാരാമീറ്റർ എന്ന് പറയാൻ നേരത്ത് PTINR ആണ്, അല്ലെങ്കിൽ പ്രോത്രോംബിൻ ടൈം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ എന്തായാലും ഇൻക്രീസ് ആവാൻ കാരണം ലിവർ എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഫാക്ടർ 2, ഫാക്ടർ 7, ഫാക്ടർ 9 ആൻഡ് ഫാക്ടർ 10. 4 ഫാക്ടേഴ്സിനാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിവറിന് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ലിവർ ഡാമേജ് ഉള്ളതുകൊണ്ട് ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് PTINRൻ്റെ വാല്യൂ പ്രോത്രോംബിൻ ടൈം കൂടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ലിവർ സിന്തറ്റിക് ഫംഗ്ഷൻ ആണ്. ഈ പ്രോത്രോംബിൻ ടൈം കൂടുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ബിയിലായിരിക്കും കൂടുതലും കൂടുന്നത്. എയിലും സിയിലും പൊതുവേ നോർമലായിരിക്കും. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും പ്രോപ്പറായിട്ട് കൊടുക്കാണ്ട് ഈ ഒരു ഡിസീസ് ഭയങ്കര സിവിയർ കണ്ടീഷനിലോട്ട് എത്തണം. അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിലായിരിക്കും PTINR പ്രോബ്ലംഡ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറോളജിക്കൽ ടെസ്റ്റുകളെ പറ്റിയിട്ടാണ്. അതായത് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ ബി സി വൈറസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന കുറച്ച് ആൻറ്റിജൻസ് അല്ലെങ്കിൽ ആൻറ്റിബോഡി, ദോസ് ആർ ദ സെറോളജിക്കൽ മാർക്കേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ സെറോളജിക്കൽ മാർക്കേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടാൽ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മാർക്കറുകളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ വീണ്ടും എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം. സോ ജസ്റ്റ് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഇപ്പോൾ സെറോളജിക്കൽ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ സെറം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്.
ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ കേസിലാണെങ്കിൽ അവധി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ LIC അല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഈ ഒരു മാർക്കേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് LIC അല്ലെങ്കിൽ ഇമ്യൂണോക്രോമറ്റോഗ്രഫി ടെസ്റ്റ് ആയിരിക്കും. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സിയുടെ കേസിലും LIC ആയിരിക്കും നമ്മൾ സ്ക്രീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിലാണ് നമുക്ക് ഈ ഇഷ്ടംപോലെ സെറോളജിക്കൽ മാർക്കേഴ്സിനെ പറ്റി പഠിക്കാനുള്ളത്. അതിൽ സെറത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തൊരു മാർക്കർ എന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആൻറ്റിജൻ ആയിരിക്കും. ഇത് സെറത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അതിനെതിരെയുള്ള ആൻറ്റിബോഡി, അതായത് ആൻറ്റി HBC IgMഉം IgGയും ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് സെറത്തിൽ ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. സോ ബാക്കി ആ മാർക്കേഴ്സിനെ പറ്റിയുള്ള ക്ലാസ് മുന്നേ കാണിച്ച വീഡിയോ നിങ്ങൾ പോയി കാണേണ്ടതാണ്. പിന്നെ ഇതിൽ HBV DNA അല്ലെങ്കിൽ HCV RNA, HCV ജിനോടൈപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സെറോളജിക്കൽ ടെസ്റ്റിന് കീഴിലല്ല ശരിക്കും വരുന്നത്, മോളിക്കുലർ ടെസ്റ്റുകൾക്ക് കീഴിലാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് മോളിക്കുലർ ഡയഗ്നോസിസ് നോക്കാം. ഇത് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ മോളിക്കുലർ ടെസ്റ്റുകളായിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മൾ പറഞ്ഞായിരുന്നു ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി ഒരു 1 to 2 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റൂൾ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ HIV RNA നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇത് RNA വൈറസ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ഉപയോഗിച്ചാൽ നമുക്ക് ഡിറ്റക്ഷൻ നടക്കത്തുള്ളൂ. സ്റ്റൂളിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിലോട്ടും ഈ ഒരു RNA നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൽ HBV DNA നമുക്ക് ബ്ലഡിൽ നിന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമുക്ക് റിയൽ ടൈം PCR ഉപയോഗിച്ചിട്ട് എന്തോരം HBV DNA നമ്മുടെ ബോഡിയിലുണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺവെൻഷണൽ PCR ഉപയോഗിച്ചിട്ട് ഈ ഒരു DNA ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡ് കാരണമുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് റെപ്ലിക്കേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ റെസ്പോൺസ് ഉണ്ടോ എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ HBV DNAയുടെ ലോഡ് നമ്മുടെ ബോഡിയിൽ കൂടുതലാണെങ്കിൽ ഇൻഫെക്റ്റിവിറ്റി വളരെ കൂടുതലാണെന്നാണ് അർത്ഥം. സോ ഇൻഫെക്റ്റിവിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു HBV DNA ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇറ്റ് ഈസ് ഓൾസോ ആൻ RNA വൈറസ്. അതുകൊണ്ട് നമ്മൾ HCV RNA ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു മാർക്കർ ബ്ലഡിൽ കാണപ്പെടും. ഇതൊരു ഏർലിയസ്റ്റ് മാർക്കറാണ്. സോ ഈ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ആക്റ്റീവ് ഡിസീസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ RT-PCR ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ ലോഡിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ കോമൺ പോയിൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ഈസ് പ്രിവെൻഷൻ ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഇൻഫെക്ഷൻസ്. ഹെപ്പറ്റൈറ്റിസ് എയുടെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഫുഡും വെള്ളമൊക്കെ പ്രോപ്പർലി കുക്ക് ചെയ്തോ കഴിക്കാവുള്ളൂ. അതായത് സേഫ് വാട്ടർ, പിന്നെ സാനിറ്റേഷൻ, ഹാൻഡ് ഹൈജീനൊക്കെ നിർബന്ധമായിരിക്കണം. ഇൻ കേസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻറ്റിമസിയിൽ കൂടെ എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ മെഷറായിട്ട് HIV വാക്സിൻ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻസ് എടുത്തിരിക്കണം. 2 ആഴ്ചക്കുള്ളിൽ തന്നെ എടുത്തിരിക്കണം. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ഇവർക്ക് 2 ആൾക്കാർക്കും കോമൺ ആയിട്ടുള്ള പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് മെഷേഴ്സാണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ ഉണ്ട് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല. അതൊരു വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ കോമൺ ആണ്. കാരണം ഇവർ ഈ പേരൻ്ററൽ റൂട്ട് അല്ലെങ്കിൽ സെക്ഷുവൽ മെത്തേഡ് വഴിയായിരിക്കും ഇത് ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഈ 2 വൈറസുകൾ. സോ ഇവിടെ ആവശ്യം എന്ന് പറയാൻ നേരത്ത് സേഫ് സെക്സ്, കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചിരിക്കണം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ സ്ക്രീൻ ചെയ്തിരിക്കണം, സിറിഞ്ചൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം, പിന്നെ സർജിക്കൽ പ്രാക്ടീസൊക്കെ സേഫ് അസെപ്റ്റിക് ആയിരിക്കണം. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസിന് മാത്രമല്ല പബ്ലിക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് സേഫ് സെക്സ് ആൻഡ് സ്ക്രീനിങ് ബ്ലഡ് ബിഫോർ ബ്ലഡ് ഡൊണേഷൻ. ആൻഡ് ഇൻ ദ ഫൈനൽ പോർഷൻ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ബിക്കും മാത്രമാണ് നിലവിൽ വാക്സിൻ ഉള്ളത്. ഈ വാക്സിനേഷൻ്റെ കാര്യം പറയാൻ നേരത്തെ അതിൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ വരുന്നുണ്ട്, പാസീവ് ഇമ്മ്യൂണൈസേഷൻ വരുന്നുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഈ ഒരു വാക്സിനിൽ പൊതുവെ ആൻറ്റിജൻ്റെ കമ്പോണൻസ് ആയിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. സോ അത് നമ്മുടെ ബോഡി ചെന്നിട്ട് നമ്മുടെ ബോഡി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെതിരെയുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ആയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് ഇമ്മ്യൂണിറ്റി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് ആൻറ്റിബോഡീസ് ഡയറക്റ്റ്ലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ കേസിൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡ് ഇനാക്ടിവേറ്റഡ് വാക്സിനും ലൈവ് അറ്റനുവേറ്റഡ് വാക്സിനുമാണ്. ഇതിൽ രണ്ടും ഒരു ഡോസ് വീതമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇൻ കേസ് ഓഫ് ഫോർമാൽഡിഹൈഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻ ഇൻട്രാമസ്കുലർലി ആയിരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഡെൽറ്റോയിഡ് റീജിയനിൽ. ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആണെങ്കിൽ അത് ഒരൊറ്റ ഡോസ് സബ്ക്യൂട്ടേനിയസ് റീജിയനിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പാസീവ് ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് ഹ്യൂമൻ ഇമ്യൂണോഗ്ലോബുലിൻ HIV IG ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അവിടെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആയിരിക്കും. അഡൾട്ടുകൾക്കൊക്കെ 3 ഡോസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡേ 0 ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് കൊടുക്കും. പിന്നെ തേർഡ് ഡോസ് കൊടുക്കുന്നത് 6 മാസം ആവാൻ നേരത്തായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ ഡോസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ നേരത്ത് 10 to 20 മൈക്രോഗ്രാംസ് പെർ ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതും ഇൻട്രാമസ്കുലർലി ഡെൽറ്റോയിഡ് റീജിയനിലായിരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ കേസിൽ പാസീവ് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്യൂണോഗ്ലോബുലിൻസ് ആയിരിക്കും കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുക. ഇത് ഒരു 6 to 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവ്നെസ് ഉണ്ടാവത്തുള്ളൂ. ഇത് 2 ഡോസോ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഓരോ ഡോസിലെയും കോൺസെൻട്രേഷൻ എന്ന് പറയാൻ നേരത്ത് 0.05 to 0.07 ml per kilogram ആണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറൽ ഇൻഫെക്ഷനുള്ള നിയോനേറ്റ്സിനൊക്കെ നമ്മൾ കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നതായിരിക്കും. അതായത് അറ്റ് എ ടൈം തന്നെ ആക്റ്റീവും പാസീവ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കും.
സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കിട്ടും, ഫ്യൂച്ചറിലേക്കുള്ള പ്രൊട്ടക്ഷനും കിട്ടും. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇവർക്ക് നിലവിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് വാക്സിൻസ് ഒന്നും ഇല്ല. അതിന് ഒരു കാരണം എന്ന് പറയാൻ നേരത്ത് ഇവർക്ക് മ്യൂട്ടേഷൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. സോ ഇവർക്കെതിരെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാക്സിൻ നമുക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ ഇന്നത്തെ അത്രേ ഉള്ളൂ. നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എ ബി സി വൈറസിൻ്റെ കംപ്ലീറ്റ് സീരീസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ലാസ്റ്റായിട്ടൊരു ചോദ്യം കൂടി ആയാല, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ കേസിൽ PTINR കൂടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് കാരണം ലിവർ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിവർ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. സോ ഏതൊക്കെയാണ് ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്? സോ ഈ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓർ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതും പറയാവുന്നതാണ്. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതാണെങ്കിലും ഞാൻ തരുന്ന നോട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഓർക്കുന്നു. സോ ഈ വൈറോളജി കൂടാണ്ട് മൈക്രോബയോളജിയിലോ പത്തോളജിയിലോ ബയോകെമിസ്ട്രിയിലോ എന്തെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഓർ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.